ഗൈസ്, അപ്പോൾ നമ്മുടെ മറ്റൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് ഡാൻതമാനാണ്. കുറേ നാൾക്ക് ശേഷം നമ്മൾ വീണ്ടും റിട്ടേൺ ആയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ കളിയിൽ നിന്ന് തുടങ്ങാം. സ്റ്റേജ് ഇതാണ്, കിങ് ഓഫ് ദ ജർക്ക് കാസൽ എന്നാണ് ഈ സ്റ്റേജിൻ്റെ ഒരു സ്റ്റേജ് 822 ആണ്. ഓക്കെ, നമ്മൾ നേരത്തെ പോയടുത്തു നിന്നാണ് തുടങ്ങിയത്. ഇനി അങ്ങോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് തുടങ്ങാം. കഴിഞ്ഞ എപ്പിസോഡിൽ ഓക്കെ നമുക്ക് ചോറാം. ഓ പട്ടി നമുക്ക് ഈ പട്ടീനെ അടിച്ചു പൊട്ടിക്കാം. ഓക്കെ ആയിട്ടുണ്ട്. പട്ടി ചത്തിട്ടുണ്ട്. പാവം പട്ടികളെ എനിക്ക് കൊല്ലുന്നത് എനിക്കിഷ്ടമല്ല. എന്നോ പട്ടി ഫാനാണ്. ഈ പട്ടി പക്ഷേ റോബോട്ടിക് പോലെ ഉണ്ട്. പട്ടി അത്യാവശ്യം നല്ല പവർഫുൾ ആണല്ലോ. അപ്പോൾ നമുക്ക് ചാടിക്കയറാം. ഷീറ്റ് അമ്മേ, പട്ടി വന്നു. പട്ടി സൈക്കോ തന്നെ കണ്ടോ. പട്ടി ചാവുമ്പോൾ മാത്രം ഒരുമാതിരി ഇത് ഇട്ടിട്ടാണ് പോകണം. മനസ്സിലല്ലോ. ഓ ആൾക്കാർ ഓ അയ്യോ ചത്തേ ഗൈസ്. അപ്പോൾ നമ്മൾ ഇടിച്ച് ഇവന്മാരെ വീഴ്ത്താം. ഓക്കെ അയ്യോ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ അയ്യോ ഗൈസ്, അപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് എത്രയോ വർഷം മുമ്പ് ഇട്ടൊക്കെയതാണ്. അപ്പം ഞാൻ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഞാനത് എൻ്റെ ഡാൻതമാൻ്റെ ഇതെല്ലാം പറന്നുപോയി. അല്ല അങ്ങനെയല്ല, പറന്നുപോയി എന്നല്ല, അത് ഡിലീറ്റ് ആയിപ്പോയി. അപ്പോൾ എനിക്ക് ഒന്നും കൂടി തുടങ്ങണമായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ അത് കളിക്കാണ്ട് ഇങ്ങനെ കുറേ നാൾ വെച്ചിരുന്നതാണ്. അപ്പോൾ എല്ലാവരും എന്നോട് ക്ഷമിക്കാൻ, നമുക്ക് താഴോട്ട് പോകാം. എന്താ ഇവിടെ? ഓ ഇവിടെ വീണ്ടും ബോസ് വരുന്നുണ്ട്. ഓ ഈ പട്ടികൾ ഒരു പ്രശ്നമാണല്ലോ. നമുക്ക് ഇവരെയൊക്കെ അടിച്ചു വീഴ്ത്താം. അയ്യോ പോട്ടി ഈ പട്ടികൾ കുറച്ച് ശല്യമാണ്. അത് നല്ല ശരിക്കും പറഞ്ഞാൽ ഇവർ മറ്റേ നമ്മുടെ റേബിഡ് വാക്സിൻ എടുക്കാത്ത പട്ടികൾ പോലെയാണ്. മനസ്സിലായോ? ഞാനിപ്പോൾ ഒരു ഫിലോസഫർ ആയിക്കൊണ്ടിരിക്കുകയുള്ളൂ. അതേലാട്ടെ. നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. നമുക്കിനി പോകാം. തീയുണ്ട് ഇവിടെ. തീയിൽ വീണാൽ നമ്മൾ അൽഫാമാവും. ഓക്കെ നമ്മളിനി എങ്ങോട്ട് കാണണം? അയ്യോ ഇതെങ്ങനെ സ്പ്രിങ് അല്ല റബ്ബർ ആവുന്നതിന് എനിക്കിപ്പോൾ ഒരു ചെറിയൊരു സംശയമുണ്ട്. ലൈഗില്ല. നമ്മളൊരു കോയിനും വിടരുത്. ഓ ഇങ്ങേരാ. ഓ ഇത് ഫുൾ പ്രശ്നമുള്ളൂ. ഇയാളെ അതും വെടിവെച്ച് വന്നാലേ നമുക്കൊരു സമാധാനം കിട്ടുള്ളൂ. ഓ നമുക്കിത് അടിച്ച് ഓടിക്കണം. എല്ലാം അടിച്ച് ഓടിക്കണം. അപ്പോൾ നമുക്ക് നല്ല കോയിൻസ് കിട്ടും. ഓക്കെ അടിച്ചു കയറാം. ഓ നമ്മൾ അയ്യോ താഴോട്ട് പോകണം. എന്തേലോട്ടെ ആഡാണ് എൻ്റെ പണ്ടത്തെ ഗൈസ്. ഞാൻ ഡാൻതമാൻ്റെ ഇത് പോകാൻ കാരണം എൻ്റെ ടാബ് പോയോണ്ടായിരുന്നു. ഇപ്പോൾ ആ ടാബ് വേറൊരു ടാബ് ഞങ്ങൾ മേടിച്ചു. അതുകൊണ്ടാണ് ഇതിൽ ആഡ് ഉള്ളത്. മനസ്സിലായോ? അതുകൊണ്ടാണ്. പക്ഷേ ആ പഴയ ടാബ് ഭയങ്കര പൊട്ടിപ്പൊളിഞ്ഞിട്ടായിരുന്നു. എൻ്റെ മോനെ ഇത് അത്യാവശ്യം നല്ല ഗ്രാഫിക്സ് സൗണ്ടൊക്കെ ഉള്ളത്. പഴയ ടാബൊക്കെ ഇപ്പോൾ വെച്ച് നോക്കുമ്പോൾ ചെറുതായിട്ട് തോന്നും. അത്രയ്ക്കും വലുതാണ്. ഓ ഇത് അത്രയ്ക്കും വലുതാണ്. സോറി, എൻ്റെ മലയാളം അത്ര ശരിയല്ല എന്നല്ല. ഓ പട്ടികൾ ഇൻഫെസ്റ്റ് ചെയ്ത സ്ഥലമാണല്ലോ. അയ്യേ ചമ്മി പോട്ടി ആ കോയിൻസ് എല്ലാം കളക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇനി അപ്പുറത്തോട്ട് ചാടാം. ഓക്കെ ഇതേ ഇവിടെയാണ് ഒരു ചിക്കൻ കാല് കിട്ടിയിട്ടുണ്ട്. ഇവിടെയൊക്കെ ഫുൾ ടീയാണല്ലോ. പട്ടി ഫുൾ റേബിഡ് ഡോഗ് തന്നെ. എടാ അതിലേക്കൂടി ചാടി വന്നാൽ പോരെ. ഇവൻ വെറുതെ അതിൽ കൂടെ ഒക്കെ ചാടി വരുന്നത്. ഒറ്റ ചാട്ടം ചാടി വരും. അടിക്കുന്നോടാ. ഇവൻ കുറച്ച് മാസമാണ്. ഓ എനിക്ക് കുഴപ്പമില്ല. പക്ഷെ ഇവൻ്റെ മുടി കാണുമ്പോൾ എനിക്ക് ആരെയോ ഓർമ്മ വരികയാണ്. പോടാ പുറംപോക്ക്. ഇവൻ കുറച്ച് പ്രശ്നമുള്ള സൈഡിൽ നിന്ന് വെടിവെക്കേണ്ടി വരും. അല്ല സൈഡിൽ നിന്നല്ല, വെടിവെക്കണം. ഞാൻ എന്തൊക്കെയാണ് പറയണം. ആ വെടിയുണ്ട്. ഞാൻ വിചാരിച്ചത് കഴിഞ്ഞത്. ഓ ബുള്ളറ്റ് ആകെ നമുക്ക് ഒരെണ്ണം ഗണ്ണിൻ്റെ ബുള്ളറ്റ്. ഇത് ഇപ്പം തന്നെ നശിക്കും. ഓക്കെ മേളിലോട്ട് തന്നെ പോകാനേ. ഞാൻ വെറുതെ കോയിൻസ് കളക്ട് ചെയ്യാനാണ്. ഓക്കെ നമുക്ക് ഈ ഇത് ചവിട്ടി പോവാം. ഇത് തല്ലി പൊട്ടിക്കാം. ഓക്കെ ചാടാം. പോടാ. ഓ ഇങ്ങോട്ടൊക്കെ പോകണം.
ഒയ്യ അയ്യാ ഗൈസ്. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് കാണാം. ഓ ഇടിച്ച് ഈ പട്ടിയുണ്ട്. പട്ടീനെ എനിക്ക് ഇഷ്ടമല്ല. ഇനി അടുത്തൊരു പട്ടി ബോസ് ഉണ്ട്. പട്ടി ബോസ് അങ്ങനെ എന്തോ പട്ടി ബോസ് ഉണ്ട്. മറന്നുപോയി. ഞാൻ പണ്ടം കണ്ട് കളിച്ചു. ഞാൻ ചെറിയ ചക്കനായിരുന്നപ്പോൾ അങ്ങാണ്ട് കളിച്ചാണ് ഗൈസ്. അപ്പം എനിക്കൊന്നും ഓർമ്മയില്ല. നമുക്ക് ചാടി. അല്ല എന്താ ഇവിടെ കാര്യം? ഓ എന്നൊക്കെയോ ഉണ്ട്. ദൈവത്തിനറിയാം. മാറ്റി അതെങ്ങനെ കിട്ടുക? അതിന് എനിക്കറിയണമല്ലോ. നമുക്ക് ഇങ്ങോട്ട് തന്നെ പോകാം ഗൈസ്. ഗൈസ് അപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ ഈ ഹോളിഡേ ഷോപ്പിൽ എത്തിയിട്ടുണ്ട്. എന്താ ചെയ്യുക? ഒന്നും ചെയ്യണ്ട. ഫുഡില്ല. നമ്മൾ ചാവും. ഓക്കെ നമുക്ക് ചാടാം. ഫുഡൊക്കെ ഉണ്ട്. ഇവരെന്താടെ ഇവര് എല്ലാം നരമ്പന്മാര്. പറഞ്ഞു അടുത്തവൻ. ഇതെന്തോടാ ഫുൾ ആക്ഷൻ പാക്ക് ഉണ്ട് ഗൈസ്. എല്ലാവരും എന്നെ കൂട്ടത്തോടെ അടിക്കാനുള്ള. ഇനി നീയും വള. അവനെ അടിച്ചു പൊട്ടിച്ചുള്ളൂ, അത്രേ ഉള്ളൂ ഗൈസ്. ഇങ്ങനെ എനിക്ക് റേജ് വെയിറ്റിൻ്റെ പ്രശ്നമുണ്ട്. റേജ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഒരിക്കൽ ഇവനിങ്ങനെ വെറുതെ വെറുപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പം ഞാൻ അടിക്കും. എന്നിട്ട് എൻ്റെ തലയിലാവും. അയ്യോ നമ്മളെന്ത് ആയിക്കൊള്ളാലേ. മറ്റേ കഴിഞ്ഞ എപ്പിസോഡിൽ പോലെ ഇങ്ങനെ ആയിക്കൊള്ളാലേ. കുറേ പൈസ കിട്ടുന്നുണ്ടല്ലോ, കോയിൻസ് കിട്ടുന്നുണ്ടല്ലോ. നമ്മളിതങ്ങോട്ടാ നമ്മൾക്ക് ഇങ്ങോട്ട് പോകാം. ചലഞ്ചിങ്. അയ്യാ നമ്മളിനി തന്ത്രപരമായിട്ട് പോകണം. ഓക്കെ ഇനി ബോസ് ഫൈറ്റിന് നല്ല ഓക്കെ ഗൈസ് നമുക്കപ്പോൾ പോവാം. പട്ടി ഷോട്ട് ഗൺ. ഇവനൊക്കെ ഭയങ്കര തന്നെ കേട്ടോ. ഓരോ ലെവൽ കഴിയുമ്പോൾ ഓരോ ത്രെട്ടുകളാണ് നമ്മളെ വരുന്നത്. ഓക്കെ നമുക്ക് എന്തൊക്കെയോ കിട്ടിയിട്ടുണ്ട്. എൻവയോൺമെൻറ്റോ ഇത് കുറച്ച് ആടാണല്ലോ. ഓക്കെ ഔട്ടിയിട്ടൊക്കെ പോവാം. ഡാ നമുക്ക് അവനെ അടിച്ച് തെറിപ്പിക്കാം. അപ്പോടാ അയ്യേ പറ്റിച്ചേ. ഇതെന്താടാ എല്ലാവരും പുറകെ തന്നെ. കൊള്ളാല കളി. എല്ലാവരും ചെത്ത്. അമ്മേ ഇയാളിതെന്ത് കാണിക്കണേ? ഇനി അങ്ങോട്ടും പോണം. ചാടാനുള്ള പ്രിപ്പറേഷൻ. എനിക്ക് പേടിയാ ഗൈസ്. ഇതൊക്കെ അങ്ങോട്ട് അയ്യോ അമ്മേ. ഇവൻ കുറച്ച് ഹാർഡാണ്, പക്ഷെ അല്ല നമ്മളിതിലും. അയ്യോ ഇതെന്ത് വാടാ പെട്ടു. എന്നെ ഞാൻ ലോക്കാക്കിടാം. വാ ഇവനെ കൊണ്ട് ഇത് കഷ്ടമുള്ള. ഇനി ആ സ്പിന്നർ യൂസ് ചെയ്യേണ്ടി വരും. കുറേ നേരം കൊണോ. ഇനി അടുത്ത് എനിക്ക് ഇങ്ങനെ ആകുമ്പോൾ കുറേ ആകുമ്പോൾ ദേഷ്യം വരും. ഓക്കെ നമുക്കിത് അടിച്ചു പൊട്ടിക്കാം.
നമുക്കിതിനെ അടിച്ചോടിക്കാം, എല്ലാവരും അടിച്ചോടിക്കാം. നമുക്കിനി ദയാന്ന് പറഞ്ഞ സാധനം ഉണ്ടാവില്ല, എല്ലാവരും അടിച്ചോടിക്കാം. ഓ ഷീറ്റ്. അടുത്തത് വാനിഷിങ് ബ്യൂട്ടി പോലത്തെ അടുത്ത ട്രിക്ക്. അടുത്തു. ഓക്കെ നമുക്ക് പോവാം. ഓക്കെ അപ്പോൾ നമ്മുടെ ഹോളിഡേ ഷോപ്പ് എത്തിയിട്ടുണ്ട്. ചേട്ടാ അപ്പം നമ്മൾ ഹോളിഡേ ഷോപ്പിലോട്ട് വീണ്ടും കയറാൻ പറ്റുന്ന ഒരു കത്തിയും കിട്ടിയിട്ടുണ്ട്. എന്താ ഓക്കെ വയ്യ, അടച്ചു കൂട്ടിയേക്ക്. നമുക്ക് ഇതും കൂടി തല്ലി പൊടിച്ചിട്ട് താഴോട്ട് പോവാം. ഓക്കെ ഓ എല്ലാവരും അടിച്ചു പൊടിച്ചു, എല്ലാവരും. ഓക്കെ നമുക്ക് ഈ അടിച്ചു പൊടിച്ചിട്ടുണ്ട്. ഓ ഈ പറയുമ്പോൾ ശബ്ദം കിട്ടാതെ മസാല. ഓക്കെ ഓ അതെ അടുത്തത് അടിച്ചു പൊടിച്ചു. ഇവനെന്താണ് ഇവനൊക്കെ കള്ളപ്പാട്ടി. എന്നെ കുറേ നേരം ശബ്ദം ഉണ്ടാക്കി. ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് മറ്റേ വംശനാശ ഭീഷണി എനിക്കറിയാം. പൊടിച്ചു പൊടിച്ചു അടുത്ത്. പെട്ടേ വാടാ വാടാ പുറംപോക്ക്. ഓ ഷോക്ക് അടിപ്പിക്കുന്നതാ. വാ വാ മൈ പ്ലാൻ. പോയിന്റ് സർപ്രൈസ്. നമുക്ക് എല്ലാ ഗോൾഡും കളക്ട് ചെയ്യാം. ഓക്കെ ഓ ഗൈസ് അപ്പോൾ നമ്മൾ ഇനിയും താഴോട്ടാണെന്നാണ് തോന്നുന്നത്. താഴോട്ടോ എന്താണേ. ഓ സീക്രട്ട് ഏരിയ കണ്ടുപിടിച്ചു. ഒരു റൂബി ഉണ്ട്, ബാക്കിയൊന്നുമില്ല. ഓ നമ്മുടെ 1000 ആയി കോയിൻസ്. ഗുഡ് ഗുഡ് ഗുഡ്. നിംബസ് ജെർക്ക്. ഓ ചാവും 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 ചാവും. ഓ ഓ പിലക. ഓക്കെ നമ്മൾ എന്തെങ്കിലും എത്തിയിട്ടുണ്ട്. നമ്മളിപ്പോൾ നേരെ പോവാണ്. ഓ ഈ ഡോർ വഴി കയറിപ്പോയി. ഏ ഗൈസ് എല്ലാവരും കൈയടിക്കൂ. ഓക്കെ നമ്മുടെ എനിമീസ് 80 പേരുണ്ടായിരുന്നോ? നമ്മളെല്ലാവരും അടിച്ചല്ലോ. സീക്രട്ട് ഏരിയസ് 5. ഓക്കെ ഗൈസ് അപ്പോൾ ഒരു വൃത്തികെട്ട ആഡൊന്നും നമ്മളതിനെ നശിപ്പിച്ചു. ഓക്കെ നമുക്ക് ട്രഷർ കിട്ടിയിട്ടുണ്ട്. ട്രഷർ ചെസ്റ്റ് വന്നു. ഓക്കെ നമുക്ക് ഓടിച്ച് നോക്കാം. അടിച്ചു. ഓ നമ്മൾ 250 ഗോൾഡ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ നമ്മുടെ നിംബസ് ജർക്ക് അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ലെവലപ്പൊക്കെ ചെയ്യാം. ഇവനെ നമുക്ക് ലെവൽ ചെയ്യാം. ഓക്കെ ഇവൻ്റെ ഇത് കാണിച്ച് ഇതല്ല ഇവൻ്റെ അതല്ലേ. നമുക്ക് ഇതൊന്ന് അപ്ഗ്രേഡ് ചെയ്യാം. അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ഇതും കൂടി അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവനൊരു തുണിയും കൂടി മേടിച്ചു കൊടുക്കാം. ഏതാണോ മോനെ നിനക്ക് വേണ്ടേ? ഒന്നും പറയുന്നില്ല കള്ളൻ. ഗൈസ് അപ്പോൾ അവന് സന്തോഷമായിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഡാൻഡമാൻ്റെ എപ്പിസോഡ്. ഓക്കെ നമ്മൾ അടുത്ത ലെവൽ അൺലോക്ക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി എല്ലാവരും കാത്തിരിക്കുക. അപ്പോൾ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതുപോലത്തെ കണ്ടൻസിനും വേണ്ടി നോട്ടിഫിക്കേഷനും കിട്ടാൻ വേണ്ടി എല്ലാവരും ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. താങ്ക്സ്.